ഇനിയിപ്പോൾ ഇവിടെ വേറൊരു തരികട പറഞ്ഞത്, ഈ ചർച്ചയിൽ പറഞ്ഞത് അൽ ആലിമു ബില്ലാന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് സൂഫിയാണ്. അതിപ്പം പൊളിഞ്ഞല്ലോ. സൂഫി എന്നതൊരു ഖാസായ വിഭാഗത്തിനെ പറയുള്ളൂ. സൂഫി എന്നത് ലോകത്തുള്ള സമയത്ത് തന്നെ ഇസ്ലാമിക മറ്റു രാഷ്ട്രങ്ങളിലൊന്നും സൂഫി എന്ന് പറയാറില്ല. ഖുർആനിൽ ഉള്ളത് തന്നെ മുഖറബി എന്ന, അത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എത്ര സ്ഥലത്തുണ്ട് പറയാം. അത് ഞാൻ ഇപ്പോൾ മറച്ചപ്പോൾ ഒരു കണ്ടു പറയാം. കമാലുൽ ഹല്ലി മിനൽ യഖീനി, യഖീനിൻ്റെ ഹല്ല്, യഖീനിൽ നിന്നുള്ള പൂർണ്ണമായ വിഹിതം, വൽ ഇൽമു ബില്ലാഹി, അള്ളാഹിനെക്കുറിച്ചുള്ള അറിവും, വൽ ഇൽമി ബില്ലാഹി, അള്ളാഹിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കമാലും ലിസ്സൂഫിയത്തി, ആർക്കുണ്ടാവും? സൂഫിയാക്കൾക്കുണ്ടാവും. നിർത്തിയില്ല. വൽ ഉലമാ ഇസ്സാഹിദീൻ, സാഹിദീങ്ങളായ ഉലമാക്കൾക്കും ഉണ്ടാവും. ഇൽമു പഠിച്ച് ഒരു ഇൽമിൻ്റെ മേലല്ല ഓലിങ്ങനെ തെർബിയത്തിന് നടക്കാനല്ല. ഓലെന്ത് പഠിക്കുക? ഓൽക്ക് ഇൽമ പഠിക്കണ്ടേ? കഴിഞ്ഞ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇൽമാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അതിൻ്റെ ഓല് ഫർദ് നിസ്കാരമുണ്ട്, ആവശ്യമായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, മുവക്കദായ റവാത്തിബുകളുണ്ട്. ബാക്കി സമയം എന്തിനും കഴിച്ചുകൂട്ടുക? ഇൽമിനെക്കാട്ടും വലിയ ഇബാദത്ത് ഏതാ? അതോടൊപ്പം ഒരു സുഹുദും ഉണ്ടായി, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി, ഇഖ്ലാസ് ഉണ്ടായി, സിദ്ഖുണ്ടായി. അപ്പം അള്ളാഹു ഓലങ്ങനെ കൊണ്ടുപോകും. ഒരു ഷെയ്ഖിൻ്റെ ആവശ്യമില്ല. അത് അഷ്റഫുൽ വറാ നബി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെന്താവും? ഇടപെടും. ഇത് ഏത് ഷെയ്ഖ് ആരെ തർബിയത്തല്ല ചെയ്താലും റസൂലുള്ളാഹിൻ്റെ ഇടപെടലില്ലാതെ ഉണ്ടാവില്ല. പിന്നെ ഇതാ നോക്ക്, ഇവർ ഈ പറഞ്ഞത് തനി പൊള്ളാണ് എന്ന് അവാരിഫുൽ മആരിഫ് പറയാം. ആര്? ആലിമു ബില്ല സൂഫിയാണ് കാരണമല്ല. ഞാൻ അൽ ആലിമു ബില്ലക്ക് ശറഉല്ലഖായിദക്ക് ഓതി മട്ടത്തിൽ അള്ളാനെ മനസ്സിലാക്കിയത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കാണ് ഈ വിഭാഗം ചെയ്തത്. ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാമ് പറയാ, വനുഫൂസുൽ ഉലമാഇ അസ്സാഹിദീൻ, സൂഫിയല്ലട്ടാ, സാഹിദീങ്ങളായ ഉലമായികളുടെ നുഫൂസ് ബാദൽ അഹ്ദി, അവർ പഠിച്ചതിനു ശേഷം, മിമ്മാലാ ബുദ്ധ മിൻഹു, അവർക്ക് കൂടാതെ മിമ്മാലാ ബുദ്ധലഹു മിൻഹു, കൂടാതെ കഴിയാത്ത ഒന്നിനെ പഠിച്ചതിനു ശേഷം. എന്തിന്? ഫി അസ്ലി ദീനി, ദീനിൻ്റെ അസ്ലിയായ കാര്യങ്ങൾ. ദീനിൻ്റെ അസ്ലിൽ ഒന്നാമത്തെ അസ്ൽ ഏതാ? ഇത്തിഖാദല്ലേ? ഒന്നാമത്തെ അസ്ൽ ഏതാ? ആദ്യം ഇത്തിഖാദല്ലേ ശരിയാക്കേണ്ടത്? അതല്ലേ ശറഉല്ലഖായിദ പഠിപ്പിക്കണത്? അതല്ലേ സനൂസി പഠിപ്പിക്കണത്? അതല്ലേ ഷറഹുൽ മവാക്കിഫ് പഠിപ്പിക്കണത്? ഷറഹുൽ മഖാസിദ് പഠിപ്പിക്കണത്? അപ്പം അസ്ലുദ്ദീനുള്ളത് വേണം, പിടിക്കണം, അത് പഠിക്കണം. എന്നിട്ടോ വ അസാസിഹി, അതുപോലെ ദീനിൻ്റെ അസാസും അതെന്താ? മിനശ്ശറഈ, ഏതിനാൽ? ശരീഅത്തിൻ്റെ നിയമം, ഫിഖ്ഹ്. ആദ്യം അസ്ലുദ്ദീൻ പറഞ്ഞു, അതേതാ? അഖീദ. മനസ്സിലായി? ഇതൊക്കെ ഇതിൽ നിന്ന് അത്യാവശ്യമായത്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതിനെ എന്താകണം? പിടിച്ചതിന് ശേഷം അഖ്ബലു അലല്ലാഹി, അവരാരെ മേലിൽ മുന്നിടണം? അള്ളാഹുവിൻ്റെ മേലിൽ മുന്നിടണം. വങ്കതഉ ഇലൈഹി, അള്ളാഹുവിലേക്ക് എന്താകണം? മുറിയണം. അതാ പറഞ്ഞത് സുഹൃദ് വേണം. മനസ്സിലായ? വഖലുസത്ത് അർവാഹുഹും ഇലാ മഖാമിൽ ഖുർബി മിൻഹു, അങ്ങനെ അള്ളാഹുവിലേക്ക് അവരുടെ റൂഹങ്ങട്ട് എന്താകണം? ഖാലിസാകണം. ഫഅഫാളത്ത് അർവാഹുഹും അലാ ഖുലൂബിഹി, അങ്ങനെ വരുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ മേലിലേക്ക് തന്നെ അവരുടെ റൂഹുകൾ ചൊരിച്ചു കൊടുക്കും. അൻവാറൻ, എന്തിനെ? നൂറുകളെ. തഹയ്യഅത്ത് ബിഹ, ആ നൂറുകൾ കൊണ്ട് തയ്യാറാകും. കുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ ഇദ്റാക്കിൽ ഉലൂമി, എന്തിനെ? മനസ്സിലാക്കാൻ, ഇൽമുകളെ മനസ്സിലാക്കാൻ. പിന്നെ അവർക്കൊരു ഇബാറത്ത് കേട്ടാൽ മതി, അതിൽ നിന്നൊക്കെ പെട്ടെന്നാണ്ട് പിടിക്കും. അവർക്കൊരു വാസന കിട്ടിയാൽ മതി. അങ്ങനെ ഫഅർവാഹുഹും ഇർതഖത്ത് അൻ ഹദ്ദി ഇദ്റാക്കിൽ ഉലൂമി, അങ്ങനെ അവരുടെ റൂഹ് അങ്ങനെ കയറിപ്പോയി ഇൽമിനെ മനസ്സിലാക്കിയെടുക്കുക എന്നതിനെയും വിട്ടുകയറി. ഇനി അതും ആവശ്യമില്ല. അതെങ്ങനെ? ബിഉഖൂഫിഹ അലൽ ആലിമിൽ അസ്ലി. ഇപ്പോൾ ഇവിടെ ആ റൂഹുള്ളത് അസ്ലിയായ ആലിം. ആലിമാരാ? അസ്ലി ഖദീമായ ആലിമാരാ? അല്ലല്ലേ?
അവൻ്റെ തിരുഹദറത്തിലാണ്. പിന്നെ ഇങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പുറത്തുനിന്ന് അള്ളാലാണ്ട് ലയിച്ചു. അപ്പം അള്ളാൻ്റെ ഹദറത്തിലാണ്. അള്ള വേണ്ടതൊക്കെ കണ്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു വാദമാണ് വിറാസത്തിൻ്റെ ഇൽമ്. വിറാസത്തിൻ്റെ ഇൽമ് എന്താണ്? അത് ഈ ഔലിയാക്കന്മാരെ ഇൽമാണ് എന്നാണ്. അതാര് പറഞ്ഞതാണ്? ഔലിയാക്കന്മാർക്ക് കശ്ഫ് കൊണ്ട ഇൽമ് വിറാസത്തിൻ്റെ ഇൽമാകണമെങ്കിൽ ആരെ ഇൽമിനോട് യോജിക്കണം? ശരീഅത്തിൻ്റെ ഉലമാവിൻ്റെ ഇൽമിനോടെന്താകണം? ശരീഅത്തിൻ്റെ ഹമലത്തു ശരീഅത്ത് പറഞ്ഞതിനോടെന്താകണം? യോജിക്കണം. അപ്പോഴേ ഓൽത് ഇൽമാകുള്ളൂ. അല്ലെങ്കിൽ കശ്ഫ് കൊണ്ട് കിട്ടിയതേ ആകുള്ളൂ. അതിനെ സംബന്ധിച്ച് എന്തെന്ന് പറയൂല. ഇൽമ് എന്ന് പറയണമെങ്കിൽ ആ കശ്ഫ് കൊണ്ട് കിട്ടിയതിനെ ഏതിനോട് യോജിച്ച് വരണം? ശറഈയ ഇൽമിനോട്. മഹാനായ അബ്ദുൽ അസീസ് ഉദ്ദബ്ബാഹ് തങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കശ്ഫ് കൊണ്ട് കിട്ടിയത് കശ്ഫ് തെളിവാണല്ല എന്നുള്ളതൊക്കെ വളരെ വിശദമായി സംസാരിച്ചപ്പോൾ ഇപ്പം അത് ഇൽഹാമും കശ്ഫൊക്കെ ഇല്ല. അതൊക്കെ ഇപ്പോൾ പോയി. ഇൽഹാമും കശ്ഫും ചർച്ചയൊക്കെ ഇപ്പോൾ പോയി. ഇൽഹാമ് തെളിവാണ്, കശ്ഫ് തെളിവാണ് എന്ന് പറഞ്ഞ് നാടായ നാളൊക്കെ പ്രസംഗിച്ച് ആ ചങ്ങാനി അബ്ദുള്ള ഹസനി ഉസ്താദിനൊക്കെ വളരെ മോശമാക്കുന്ന രൂപത്തിൽ സംസാരിച്ച് ഇപ്പം അതേതായാലും അൽഹംദുലില്ലാഹ് അടങ്ങിക്കണം. അപ്പം ഈ കശ്ഫ് വിറാസത്തിൻ്റെ ഇൽമ് അത് പരിഗണിക്കപ്പെടണമെങ്കിൽ ദിറാസത്തിൻ്റെ ഇൽമിലൂടെ കിട്ടിയതിനോട് യോജിക്കണം. അപ്പം അത് യോജിച്ച് എന്നുള്ള ആൾക്കാണ് അത് പരിഗണിക്കപ്പെടുക. അല്ല ആ കശ്ഫ് കൊണ്ട് കിട്ടി എന്ന നിലക്കല്ല. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹു നൽകട്ടെ. ദ്വാർക്കല്ലാതെ ഒരു നിർവാഹവുമില്ല. ഇതാ നോക്ക്, ബഹുമാനപ്പെട്ടവർ പറയാണ്, വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, ഇതും അവാരിഫുൽ മആരിഫ് തന്നെ ഞാൻ വായിക്കണത്. ലൈസൽ ഇൽമു ബികസറത്തിൽ റിവായ, കുറേ റിവായത്ത് പറയാനല്ല ഇൽമു എന്ന് പറഞ്ഞാൽ. നൂഹ് നബിൻ്റെ സംഭവത്തിൽ ഒരു പറഞ്ഞല്ലോ, ആ കിതാബിലുണ്ട് ആ റിപ്പോർട്ടുണ്ട്, ഈ റിപ്പോർട്ടുണ്ട്, റിവായത്ത് ഇങ്ങനെ കുറേ പറയാനല്ല. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്താ പറഞ്ഞാൽ മനസ്സിലാകാൻ ഞാൻ പിന്നെ ചെയ്യുക. നമ്മളൊരു നസീഹത്ത് വിചാരിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാകാൻ ഞാൻ പിന്നെ എന്ത് പറയാനാണ്? അപ്പം ഞാൻ ഇവർക്ക് ഇവിടുന്ന് ഈ കഥയൊക്കെ കിട്ടിയെന്ന് ചോദിച്ച് ഞാനത് ഓലെ ഒരു കളിയാക്കി ചോദിച്ചതാ. എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ സ്ഥിരപ്പെടുത്താൻ കിതാബുകളിൽ പറഞ്ഞ ഇങ്ങനത്തെ കഥകളാണോ കൊണ്ടുവരല് എന്നുള്ള അർത്ഥത്തിന് ചോദിച്ചതാ. അപ്പോൾ പുള്ളിക്കത് മനസ്സിലായില്ല. ഏത് നിലക്കാന്ന് ചോദിച്ചത്. കലാമിൻ്റെ മുറാദ് തിരിയില്ലല്ലോ. ഞാൻ കലാമിൻ്റെ മുറാദ് ഒന്നിൽ പഠിപ്പിച്ചു കൊടുത്തിക്കണ്. പിന്നെ ആ ഭാഗത്തേക്ക് എന്തായില്ല, വന്നില്ല. അപ്പം ഇതാ ഈ കിതാബ് പറഞ്ഞിരിക്കണേ, ഈ കിതാബ് സാധു എന്നല്ലാതെ എന്താപ്പം അതിന് പറയാ? അപ്പം നോക്ക്, അതെ പറയട്ടെ വമിസാലു എന്നിട്ട് പറയാം, ലൈസൽ ഇൽമു ബികസറത്തി റിവായത്തിൻ്റെ ഗസറത്തല്ല, ഇന്നമൽ ഇൽമു അൽ ഖശിയ. ഇൽമു എന്ന് പറഞ്ഞാൽ പേടിയാണ്. പടച്ചോനെ പേടി വേണം. ഈ കൂട്ടർക്ക് പടച്ചോനെ പേടി ഉണ്ടോ? സർവ്വ ആലിമ്യങ്ങളെയും കുതിരേറില്ലേ? സർവ്വ ആലിമ്യങ്ങളെയും. ഞാൻ കഴിഞ്ഞ ആ ക്ലാസ്സിൽ ഹമലത്തു ശരീഅത്തിനെ എതിർക്കൽ, ശരീഅത്തിൻ്റെ പണ്ഡിതന്മാരെ എതിർക്കലാണ്. പ്രത്യേകിച്ച് ആരെയും? പൊന്മുളസ്താദിനെയും അതുപോലെ തന്നെ ആരെയും? പേരവസായ എതിർക്കലാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക അവർ ശരിയല്ല. ഇത് പറഞ്ഞപ്പോൾ അത് ആരമേലിൽ മാത്രം ചുരുക്കി, പേരോസ്താദിൻ്റെയും പൊന്മുളസ്താദിൻ്റെയും. ഞാനെന്താ പറഞ്ഞത്? ശരീഅത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരെ എതിർക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആരൊന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു? പേരോസ്താദിനെയും. പക്ഷെ ഇവന് ഇപ്പോഴും അവിടേക്ക് ഇവർക്ക് അപ്പോഴും എവിടേക്ക് പോകില്ല, മറ്റുള്ള പോകില്ല. അവരൊക്കെ എതിർത്തിയില്ലേ? എത്ര ആലിമ്യങ്ങൾ അവർ എതിർത്തുകൾ. ഇപ്പോൾ സയ്യിദുൽ ഉലമ തങ്ങൾ പാപ്പനെ എതിർത്തുക്കണ് വരും. അങ്ങനെ കേരളത്തിലുള്ള പല ആലിമ്യങ്ങളും എതിർത്തുക്കണ്. അവിടെ ഗ്രൂപ്പിൻ്റെ ഒന്നും വ്യത്യാസമില്ലാതെ ഓൽക്കെതിരെ ആര് പറഞ്ഞാൽ ഓല എതിർക്കുക എന്നുള്ളതാണ് അവരാജണ്ട.
അപ്പം ഞാനവിടെ പ്രത്യേക ശരീഅത്തിൻ്റെ ആലിമീങ്ങൾ എതിർക്കലാണ് ഇവരെ പണി, പ്രത്യേക പണി. പ്രത്യേകിച്ച് ആരെ? പൊന്മുളസ്താദിനെയും പേരോട് ഉസ്താദിനെയും എന്ന്. അതുകൊണ്ട് തന്നെ ഓലെ ഹക്കല്ല എന്ന് മനസ്സിലാക്കാന്നുള്ളവർക്കാണ് ഞാൻ സംസാരിച്ചത്. അപ്പം പിന്നെ അത് അവതരിപ്പിക്കണത് എങ്ങനെ? പൊന്മുളസ്താദിനെയും പേരോട് ഉസ്താദിനെയും എതിർത്ത് കൊണ്ട് ഹക്കല്ല എന്ന് മൂപ്പര് പറയണതെന്ന്. ഞാനത് മാത്രമാണ് പറഞ്ഞത്. അപ്പം ഇവർക്ക് പൊന്മുളസ്താദിനോടും പേരോട് ഉസ്താദിന് എത്ര കലിപ്പുണ്ട്! ഇതാ ഹാസമ ഫജറ ആയത്തുൽ മുനാഫിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയില്ലേ? മുനാഫിക്കീങ്ങളോടുള്ള മുനാഫിക്കിൻ്റെ കപടവിശ്വാസികളുടെ ആയത്ത്, അവരുടെ അടയാളം എന്ന് പറയുന്നത് തെറ്റിയാൽ തെറി വിളിക്കുക, ഓലങ്ങട്ട് അടിച്ചിങ്ങട്ടാക്കുക. ഇതൊക്കെ കൽബുള്ള സലീമായ കൽബുള്ള ആളുകൾ അവരെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിലാക്കും. അതിലൊന്നും ഒരു സംശയവുമില്ല. കാരണം പലരും ചിലപ്പം പെട്ടുപോയവരുണ്ടാവും. ഖശിയത്ത് വേണം. വഖാലൽ ഹസനു, ഹസൻ ബസരി പറഞ്ഞു, ഇന്നല്ലാഹ തആല ലാ യഅബഉ ബിദി ഇൽമിൻ വരിവായ. റിവായത്ത് ഇങ്ങനെ ചെയ്യുന്ന ആൾ അല്ലാഹു തആല എന്താവൂല പരിഗണിക്കൂല. അങ്ങനെ ഇന്നമാ യഅബഉ ബിദി ഫഹ്മിൻ വദിറായ. ഫഹ്മുൻ ദിറായത്ത്, കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ, അവർക്ക് എന്താവുള്ളൂ? അല്ലാഹു തആല എന്താവുള്ളൂ? പരിഗണിക്കുള്ളൂ. ഇവരെ മാതിരി തന്നെ നൂഹ് നബിയുടെ സംഭവം പറയില്ലേ? കിതാബിൻ്റെ ആ റിപ്പോർട്ടുണ്ട്, റിപ്പോർട്ട്. ആ റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടാണ് റാസിമാൻ പറഞ്ഞത്. റിപ്പോർട്ടില്ലാതെ റാസിമാൻ പറയാ? റിപ്പോർട്ടില്ലാതെ റാസിമാൻ പറയോ? റാസിമാമ് പറയാണ് ഫഅമ്മല്ലദീ യുർവ, അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന്. എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? റിപ്പോർട്ട് കുറയാണ്ട് ഇനി ഒരു റിപ്പോർട്ട് തന്നെ പല കിതാബിലും ഉണ്ടാവും, ഒരുപാട് കിതാബിലുണ്ടാവും. ഇനി 100, 200, 500 കൊണ്ടുവന്നാൽ 1000 കൊണ്ടുവന്നാലും വേണ്ടിയില്ല. ഇത് ഇതിലുണ്ട് പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കുക എന്നല്ലാതെ. പിന്നെ ചരിത്രം പറയുന്ന ആളുകൾ ചരിത്രം പറയും, കേട്ടതൊക്കെ പറയും. അത് ചരിത്രത്തിൻ്റെ ഗ്രന്ഥം രചിക്കുമ്പോൾ അതിനോടുള്ള ഒരു ധർമ്മമാണത്. പറയപ്പെട്ട ഒക്കെ ഉദ്ധരിക്കും. പക്ഷെ അതിൽ നിന്ന് നെല്ലേത് പതിരേത് തിരിച്ച് മനസ്സിലാക്കാൻ ആർക്ക് കഴിയണം? ആലിമിന് കഴിയണം. അതാണ് ആര് പറഞ്ഞത്? ഹസൻ ബസരി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹസൻ ബസരി പറഞ്ഞത് ഇന്നല്ലാഹു തആല ലാ യഅബഉ, അല്ലാഹു തആല വില കൽപ്പിക്കൂല ബിദി ഇൽമിൻ വരിവായ. റിവായത്ത് ഇൽമ, എന്ത് ഇൽമ? റിവായത്തിൻ്റെ ഇൽമ. ഇങ്ങനെ അതിൽ റിപ്പോർട്ടുണ്ട്, ഇതിൽ റിപ്പോർട്ടുണ്ട്, ഇതാ റിപ്പോർട്ട് കിതാബിലുണ്ട്. എന്നിട്ടോ ആശയം മനസ്സിലാക്കണ്ടേ? അത് സഹീഹാകോ ഇത് സ്വഹീഹാകൂലേ? ഇത് മനസ്സിലാക്കണ്ടേ? അതില്ല. അതാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട് പറഞ്ഞു വൈന്നമാ യഅബു, അല്ല പരിഗണിക്കുക ബിദി ഫഹ്മിൻ, മനസ്സിലാക്കുന്ന ആളുകളെയാണ് അല്ല പരിഗണിക്കുക. ഫഹ്മുള്ള ആളുകളെ, കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ. അതുപോലെ തന്നെ ദിറായത്ത് പറഞ്ഞാൽ മാന മനസ്സിലാക്കി ഇതിൽ സ്വഹീഹായ മാന ഏത്, ഫാസിദായ മാന ഏത്, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ്. അവരെയാണ് അല്ല പരിഗണിക്കുക. അപ്പോൾ ഇവരല്ല എന്തായില്ല, പരിഗണിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന് പറഞ്ഞ ടീമാണ്. എന്ത് തസവുഫ്, എന്ത് സ്വാഹിബുൽ വഖ്ത് എന്ന് തൊള്ളോണ്ട് ഇങ്ങനെ തൊള്ളയിൽ വായും ഇങ്ങോട്ട് ഏറെ ആക്കിയിട്ട് സ്വാഹിബുൽ വഖ്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ബഹുമാനപ്പെട്ട റാസിമാൻ പറയാണ് ഫഅമ്മല്ലദീ യുർവ അന്ന ഇബ്ലീസ ദഖല സഫീനത ഫബഈദുൻ ലിഅന്നഹു മിനൽ ജിന്നി വഹുവ ജിസ്മുൻ നാരിയ്യുൻ ഔ ഹവായിയ്യുൻ വകൈഫ യുഅസ്സിറുൽ ഗറഖു ഫീഹി വഅയ്ലൻ കിതാബുല്ലാഹി. അവിടെ നിർത്തിയില്ലട്ടോ. വഅയ്ലൻ, അയാൾ അവിടെ ഉള്ള ആൾ സാധാ പ്രേക്ഷകരെ, തൻ്റെ മുന്നിലുള്ള ആളുകൾ തെറ്റിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് ഇബ്ലീസ് ഇതിൻ്റെ വേറൊരു ചർച്ചയാണെന്ന്. ഏത് വേറെ ചർച്ച? ബഹുമാനപ്പെട്ട ആര് പറയാണ്? റാസിമാൻ പറയാണ് വഅയ്ലൻ, വീണ്ടും കിതാബുല്ലാഹി തആല, അള്ളാൻ്റെ കിതാബ് ലം യദുല്ല അലൈഹി, ഈ സംഭവത്തിൻ്റെ മേൽ എന്തായിട്ടില്ല, അറിയിച്ചിട്ട് ഇല്ല. ഇങ്ങനെ ആരെ കപ്പലിൽ ആരുണ്ടേനി? ഇബ്ലീസ് ഉണ്ടേനി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ സംഭവത്തിൻ്റെ മേൽ എന്തായിട്ടില്ല, അറിയിച്ചിട്ടില്ല. വ ഖബറുൻ സ്വഹീഹുൻ, ഏതും അറിയിച്ചിട്ടില്ല. ഒരു സ്വഹീഹായ ഖബർ
മാ വറദ ഫീഹി അതിലെന്തായിട്ടില്ല, വന്നിട്ടില്ല. ഫൽ ഔല അതുകൊണ്ട് നല്ലത് തെർക്കുൽ ഹൗദി ഫീഹി അതിൽ ആണ്ട് പൂണ്ട് പോവാതിരിക്കലാണ്. ആ കിതാബിലുണ്ട് ഇക്കാത്താബിലുണ്ട് പറഞ്ഞ് കിതാബ് വലിച്ചിടലല്ല, അതിൽ ഹൗദ് ചെയ്ത് പോകലല്ല, പോകാതിരിക്കലാണ് നല്ലത് എന്നാണ് ആര് പറയുന്നത്? റാസിമാം പറയുന്നത്. അപ്പം ഹസൻ ബസരി സാന്ദർഭികമായി പറഞ്ഞതെന്നുള്ളൂ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ട സൂറവർദി ഇമാം പറയാ ഫഉലൂമുൽ വിറാസത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിറാസത്ത് കിട്ടിയ ഇൽമ് എന്ന് പറഞ്ഞാൽ മുസ്തഖ്റജത്തുൻ അത് പുറപ്പെടുവിക്കപ്പെടുന്നതാണ് മിൻ ഇൽമി ദിറാസത്തി, ദറസിന്നൊക്കെ ചെല്ലിപ്പഠിക്കുന്ന ഇൽമിൽ നിന്ന് എന്താകുന്നതാണ്, പുറപ്പെടുവിക്കപ്പെട്ടതാണ്. ധാരാ പറയണത് സുഹറവർദി ഇമാം തസവുഫിൻ്റെ ശൈഖാണ് ബഹുമാനപ്പെട്ടവർ. അപ്പം ഒരുപാട് ഇബാറത്തുകൾ കാണാം. അല്ലാഹ് നോക്ക്, ബഹുമാനപ്പെട്ട അവാരിഫുൽ മആരിഫ് തന്നെ ഒരു സ്ഥലത്ത് ഫകമാ അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ മുഖദ്ദിമാത്തിൽ മുശാഹദാത്തി ഖൂതിബ ബിഹാദൽ ഖിതാബി വതൂലിബ ബിഹഖായിഖിൽ ഇസ്തിഖാമത്തി ഫകദാലിക ഉലമാഉൽ ആഖിറത്തി സാഹിദൂൻ. ഒന്നാമത് എണ്ണണ സാഹിദീങ്ങളായ ആലിമീങ്ങളെ. പിന്നെ പറയുക മശായിഖു സൂഫിയ്യത്തി, കണ്ടോ, ആലിമീന സാഹിദീങ്ങളൊന്ന് വേറെ, മശായിഖ് സൂഫി വേറെ. അത്ഫ് മുഗായറത്തിനെ തേടും. അത്ഫ് എന്തിനെ തേടും? ആദ്യത്തിൻ്റെ വയറായിരിക്കും രണ്ടാമത്തത്. മനഹഹുമുല്ലാഹു തആല മിൻ ദാലിക ബിഖിസ്തിൻ വനസീബിൻ ثم അൽഹമഹും ത്വലബൻ നുഹൂദി ബിവാജിബി ഹഖിൽ ഇസ്തിഖാമത്തി വറഔൽ ഇസ്തിഖാമത അഫ്ളല മത്ലൂബിൻ വഅശറഫ മഅ്മൂരിൻ. എത്ര ഇബാറത്തുകളുണ്ട്. ബഹുമാനപ്പെട്ടവരെ വേറൊരു സ്ഥലത്ത് ഫൽ ഉലമാഉ സാഹിദൂൻ വ മശായിഖു സൂഫിയ്യത്തി വൽ മുഖറബൂൻ. അവിടെ മശായിഖു സൂഫിയ്യത്ത് പറഞ്ഞിട്ട് നിർത്തിയില്ല. കാരണം മശായിഖു സൂഫിയ്യയിലും ഉലമാഉ സാഹിദ് പറഞ്ഞാലും പെടാത്ത ചിലരുണ്ട്, അവരും കൂടി ഉൾപ്പെടുത്താനാണ് വൽ മുഖറബൂൻ. ഹൈസു ഉക്രിമു ബിൽ ഖിയാമി ബിവാജിബി ഹഖിൽ ഇസ്തിഖാമത്തി റുസിഖു സായിറൽ ഉലൂമില്ലത്തി അശാറ ഇലൈഹൽ മുതഖദ്ദിമൂന. അപ്പോൾ ഇതൊക്കെ കുറേ വിഭാഗങ്ങളുണ്ട്. ഇതൊക്കെ കൂടി ചുറ്റിക്കെട്ടി ഞങ്ങൾ തന്നെയാണ്, മച്ചായിക്കിൻ്റെ മക്കൾ ഞങ്ങൾ തന്നെയാണെന്നും പറഞ്ഞിങ്ങാണ്ട് അവലുങ്കഞ്ഞി വെക്കാനുള്ള ശ്രമമാണത്. ഇത് പണ്ഡിതന്മാർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ദീൻ പഠിച്ച ആളുകൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റും? ദീനിൻ്റെ ഖാദിമീങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ പൊന്മുളസ്താദിൻ്റെ പേരിലുള്ള ഒരു ആരോപണം, ഹക്കായ ത്വരീക്കത്താണെങ്കിലും ഞാൻ അവൾക്ക് പോകൂല. ആ പറഞ്ഞ വാക്കിൻ്റെ മാന അവർക്ക് മനസ്സിലാക്കണം. സൂഫിയത്താരാന്ന് മനസ്സിലാക്കാത്തവർക്കാണ് ത്വരീക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇസ്തിലാഹിയായ ടേംസുകളാണ്.